ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും സിയുമായുള്ള വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷം കനക അനന്തപുരിയിലുള്ള എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുകയാണ്. ഇന്നത്തോടെ നാം നന്ദു എന്ന് പറയുന്നവളുടെ ശല്യം തീരുമല്ലോ, അതുകൊണ്ട് നമുക്കും ആ വിവാഹത്തിന് പങ്കെടുക്കണം ജലജെ എന്ന് പറഞ്ഞ് ജാനകി മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ട്. അനി അവിടേക്ക് വന്നപ്പോൾ, നീ അകത്തേക്ക് കയറരുതനി, നീ ഈ വിവാഹം മുടക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞ് നയന അനിയെ അകത്തേക്ക് കയറ്റിയില്ല. അങ്ങനെ അവസാനമായി നന്ദുവിനെ ഒന്ന് കാണാൻ പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അനി. സിയെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ അനാമികയും അവളുടെ വീട്ടുകാരും മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട്. എടി അനാമികയെ, നയനമ്മയുടെ വീട്ടിൽ നിന്ന് നിന്നെ ആരും വിവാഹത്തിന് ക്ഷണിച്ചില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഈ കല്യാണം മുടക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ദേവയാനി ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, വല്യമ്മ എന്താ വിചാരിച്ചത്? ഞാൻ നന്ദുവിൻ്റെ വീട്ടുകാർ ക്ഷണിച്ചിട്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. സിയെ എൻ്റെ അച്ഛൻ്റെ നല്ല ഫ്രണ്ടാണ്, അദ്ദേഹം ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവളെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് അനാമിക അകത്തേക്ക് പോകുന്നുണ്ട്. കല്യാണ വേഷത്തിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടടി, നിനക്ക് പറ്റിയ പയ്യനെ തന്നെയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇനിയെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടക്കുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കൂ. ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും അവന് നിന്നെ കിട്ടാൻ പാടില്ല. അതായിരുന്നു എനിക്ക് വേണ്ടത്. എന്തായാലും ഈശ്വരന്മാരത് സ്വാധിച്ചു തന്നു എന്നൊക്കെ നന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് അനാമിക. എടി, മറുത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ നിന്റെ കാരണം അടിച്ച് പുകച്ചേനെ ഞാൻ. നിന്നെയും നിന്റെ വീട്ടുകാരെയും അടിച്ചിറക്കാൻ എനിക്ക് അറിയാൻ വേലാനിട്ടല്ല, പിന്നെ ഇതൊരു മണ്ഡപമായിപ്പോയി, ഇറങ്ങിപ്പോടി ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയം ജാനകി വന്ന് രേവതിയോടും വേണുവിനോടും സംസാരിക്കുന്നുണ്ട്. ഇവളുടെ കല്യാണം കഴിയുന്നതോടെ അനിമോന്റെ ജീവിതത്തിൽ നിന്ന് ഇവൾ ഇറങ്ങിപ്പോവും. പിന്നെ അനാമിക മോൾക്ക് തിരിച്ച് അനന്തപുരിയിലേക്ക് വരാം. ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ആ നന്ദു കാണുകയല്ലോ. അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് ജാനകി പറയുമ്പോൾ, അതിനെന്താ ജാനകി, ഇനിയിപ്പോൾ അനാമിക മോള് അവിടേക്ക് വരുന്നതിന് അവൾക്കും ഒരുപാട് സന്തോഷമായിരിക്കും. ഇനിയെങ്കിലും അനാമിക മോളെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. ആ നന്ദുവിന് സിയുടെ ഭാര്യയാകാനാണ് യോഗം എന്ന് പറഞ്ഞ് വീണു പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രേവതി ദേവയാനിയുടെ അടുക്കെ വന്ന് പറയുന്നുണ്ട്, ദേവേച്ചിക്കല്ലേ നന്ദുവിനെ അനന്തപുരിയിലെ മരുമകളാക്കാൻ കൂടുതൽ താല്പര്യം? എന്നിട്ടിപ്പോൾ എന്തായി? എവിടുന്ന് വന്നൊരു പോലീസുകാരനല്ലേ അവളെ കെട്ടിക്കൊണ്ട് പോകുന്നത്? ഇന്ന് തന്നെ ഞാൻ അനാമിക മോളെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവളെ വിളക്ക് കൊടുത്ത് സ്വീകരിക്കേണ്ടത് ദേവേച്ചിയാണ് എന്നൊക്കെ രേവതി പറയുമ്പോൾ, അനിമോൻ എന്തായാലും നന്ദുവിനെ കിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങളുടെ മോളെ ഞാൻ അനന്തപുരിയിലേക്ക് കയറ്റില്ല രേവതി. അവക്കൊരു കാമുകനുണ്ടല്ലോ, അവനെ കൊണ്ട് താലി കെട്ടിക്ക്. അനിമോന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവളായിരിക്കും ഇനി അനിമോൻ്റെ ഭാര്യയായിട്ട് വരുന്നേ. അവളെ ഞാൻ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചോളാം എന്ന് മറുപടി പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പായി സിയെ കാണാനായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടി സിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ ആദർശ് മാറി നിന്ന് കാണുന്നുണ്ട്. ഇവനോട് എന്തിനാ ആ പെൺകുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തായിരുന്നു അവർ സംസാരിക്കുന്നതെന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞ് ആദർശ് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. എടാ, നീ എന്നെ പ്രണയിച്ചതും വിവാഹം കഴിക്കാമെന്ന് വാക്ക് നൽകിയതും എന്നെയല്ലേ? എന്നിട്ടിപ്പോൾ എന്നെക്കാട്ടിൽ സുന്ദരിയായ വേറൊരു പെണ്ണിനെ കണ്ടപ്പോൾ അവളുടെ പുറകെ നീ പോയല്ലേ എന്നൊക്കെ ചോദിച്ച് അവള് ആ സിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആദർശ് മനസ്സിലാലോചിക്കുന്നുണ്ട്, ആഹാ, ഇവനൊരു ചതിയനായിരുന്നല്ലേ. എന്തായാലും ഞാനിത് നയനയോട് പറഞ്ഞ നയന ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ ഒരിത് കെട്ടിച്ചമച്ച് പറഞ്ഞാണെന്നേ അവർ പറയൂ. എന്തായാലും എല്ലാത്തിനും ഒരു തെളിവ് നല്ലതാ, ഇത് വീഡിയോ എടുത്ത് വെക്കാം എന്നും ചിന്തിച്ച് ആദർശ് അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. സിയെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ വിവാഹം കഴിക്കാനൊന്നും എനിക്കിനി പറ്റില്ല. നിന്നെ വിവാഹം കഴിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ എന്നാൽ അതിനിപ്പോൾ അത് സാധിക്കില്ല. നിനക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ തരാം, നീ പറഞ്ഞാൽ മതി. നിന്നെക്കൊണ്ട് എൻ്റെ കല്യാണം മുടക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നു, അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് സിയെ അവളെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വെറും കൈയോടെ പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. ഞാനിപ്പോൾ 3 മാസം ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റില്ല. നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. എന്നെ ചതിച്ചിട്ട് ഇപ്പം വേറൊരു പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കാൻ പോകുന്നോ? ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ ആ പെൺകുട്ടി പറയുമ്പോൾ സിയെ പറയുന്നുണ്ട്, നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ പറയുന്നതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല.
നീ ആയിട്ടെങ്ങാനും എൻ്റെ കല്യാണം മുടക്കിയ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കുകയല്ല. അറിയാലോ എന്നെ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് സി അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ സമയമായപ്പോൾ സി ഐ താലി കെട്ടാൻ ചെല്ലുന്നത് കണ്ട് ജാനകിയും അനാമികയും ഒക്കെ സന്തോഷിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വന്ന് താലി പിടിച്ചു വാങ്ങി നീ താലി കെട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മോനെ, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? നന്ദമോളുടെ വിവാഹമാണ് ഈ നടക്കുന്നത്. നീ ആ താലി തിരിച്ചു കൊടുക്ക്. ഞാനും കനകയും ഒക്കെ ഇത്രയും കഷ്ടപ്പെട്ടത് മോളുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് നീ ഇപ്പം ഇത് നിർത്തുക എന്ന് പറഞ്ഞാൽ മോൻ ആ താലി തിരികെ കൊടുക്ക് എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല അച്ഛാ. ഇവനൊരു ഫ്രോഡാണ്. ഇവന് വേറെ കാമുകിയുണ്ട്. അവൾ ഗർഭിണിയാണ് 3 മാസം. ഇനി അച്ഛൻ പറ, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ നന്ദുവിന് വേണോ എന്നൊക്കെ ആദർശ് ഗോവിന്ദനോട് ചോദിക്കുകയാണ്. അപ്പോൾ സി ഐ പറയുന്നുണ്ട്, ഇവൻ പറയുന്നതൊക്കെ നുണയാണ്. ഞാൻ പ്രേമിച്ചതും സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും നന്ദുവിനെ മാത്രമാണ്. ഇയാളുടെ അനിയനുണ്ടല്ലോ, അവനെ കൊണ്ട് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ വേണ്ടി ഇയാൾ നുണ പറയുന്നതാണ്. ഇവൻ പറയുന്നതൊക്കെ ആരും വിശ്വസിക്കരുത്. ഞാനൊരു പാവമാണ്. ആ താലി ഇങ്ങ് തരൂ, മുഹൂർത്ത സമയം തെറ്റും എന്നും പറഞ്ഞ് സി ഐ വീണ്ടും നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദർശ് നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് സിയുടെ കരണം നോക്കി അടി കൊടുക്കുന്നുണ്ട്. നന്ദുവിനെ കെട്ടാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ മര്യാദയ്ക്ക് പോയി നീ ആ ചതിച്ച പെൺകുട്ടിയെ പോയി വിവാഹം കഴിക്കാൻ നോക്ക് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. മോനെ ആദർശേ, നീ ഞങ്ങളുടെ മോളുടെ വിവാഹം മുടക്കരുത്. നിന്നോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് നീയായിട്ട് കളയരുത്. ഞങ്ങളുടെ മോളുടെ വിവാഹം ഞങ്ങളുടെ സ്വപ്നമാണ്. അതിന്ന് നടന്നേ പറ്റൂ. സിയയുമായിട്ടുള്ള വിവാഹം മുടക്കി അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹം നടത്താനാണ് നിന്റെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെന്തായാലും ഒരിക്കലും അത് നടക്കില്ല. സിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. നീ ആ താലി ഇങ്ങതാ, മുഹൂർത്തം തെറ്റും. അതിനു മുമ്പ് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കനക ആദർശനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നയന വന്നിട്ട് എന്താ ആദർശിട്ടായി കാണിക്കുന്നത്? നിങ്ങൾ ഇത്ര ചീപ്പായ പ്രവൃത്തിയൊന്നും കാണിക്കരുത്. നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സിയെ കൊണ്ട് അനാവശ്യം പറഞ്ഞുണ്ടാക്കി നന്ദുവായിട്ടുള്ള വിവാഹം മുടക്കുന്നു. ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞ് നയനയും വഴക്കുണ്ടാക്കുകയാണ്. ആ സമയത്ത് ദേവയാനി വന്ന് മോനെ ഇങ്ങനെയുള്ളൊരു സമയത്തല്ല നീ നിന്റെ വാശി തീർക്കേണ്ടത്. നന്ദുവിൻ്റെ ഭാവി നീ ഇല്ലാതാക്കരുത്. നല്ലൊരു ബന്ധമാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് നീ ആയിട്ടില്ലാതാക്കരുത്. നിനക്ക് നാടകം കളിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നീ ഇങ്ങനെ അപവാദം പറഞ്ഞു ഉണ്ടാക്കരുത്. നീ ഇക്കാര്യത്തിൽ ഇടപെടരുത്. ആ താലി ഇങ്ങതാ, അത് കെട്ടിക്കോട്ടെ. നീ അനിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്ക് എന്നും പറഞ്ഞ് ദേവയാനി ആ താലി പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അമ്മേ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് പറ, ഈ ഇരിക്കുന്നവൻ CI ഫ്രോഡാണോ അല്ലയോ എന്ന്. അങ്ങനെ ആദർശ് ആ പെൺകുട്ടി വന്നതും പറയുന്നതുമായ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിലും കാണിച്ചു കൊടുക്കുകയാണ്. അതോടെ CI ഫ്രോഡാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഗർഭിണിയായ ഒരു പെൺകൊച്ചിനെ വഞ്ചിച്ചിട്ടാണോ നീ എൻ്റെ മോളെ വിവാഹം കഴിക്കാനായി വന്നത്? ആദർശ് മോൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് കനക CIക്ക് നല്ലത് 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട്. പോലീസ് യൂണിഫോം ഇട്ട ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തിയാണോടാ നീ ചെയ്തു വെച്ചേക്കുന്നേ? പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വഞ്ചിക്കുന്ന നിന്നെപ്പോലുള്ളവന്മാർക്ക് എൻ്റെ മകളെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അച്ഛനായി എനിക്ക് അതിന് പറ്റില്ലടാ. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അവസാനം എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അവസാനം CI നാണം കെട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആദർശമോൻ കാരണം വലിയൊരു ആപത്തിൽ നിന്ന് എൻ്റെ മകളെ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി അവളെ കെട്ടാൻ ആരെങ്കിലും വരുമോ? എൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയില്ലേ? അവളുടെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് കനക അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഈ സമയം ആദർശ് പുറത്തേക്ക് പോയി അനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. മുഹൂർത്തം അവസാനിക്കാൻ ഇനി 1 സെക്കൻഡ് ബാക്കിയുള്ളടാ. അതിനു മുമ്പ് നീ നന്ദന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം എന്ന് ആദർശ് പറഞ്ഞത് കേട്ട് അനി പെട്ടെന്ന് ചെന്ന് നന്ദന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. ജാനകിയും അനാമികയും കനകയൊക്കെ കൂടി അത് തടയാനായിട്ട് വന്നപ്പോഴേക്കും അനി താലി കെട്ടി കഴിഞ്ഞിരുന്നു. എന്താടാ ഈ കാണിച്ചത്? എന്നോടൊരു വാക്കുപോലും പറയാതെയാണ് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. നീ കാണിച്ചത് ശരിയല്ല അനി എന്ന് പറഞ്ഞ് നന്ദു അനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒന്നാകണമെന്നുള്ളത് ഈശ്വരന്റെ വിധിയായിരുന്നു. അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അതുകൊണ്ടാണ് ആദർശേട്ടൻ എൻ്റെ കയ്യിലേക്ക് താലി കൊണ്ടു തന്നത്. ഇനി നീ എൻ്റെ ഭാര്യയാണ്. ഈ ബന്ധം ഞാൻ സമ്മതിക്കില്ലടാ.
ഇവളെ പുറത്താക്കാൻ നോക്ക്. അനന്തപുരിയിലെ മരുമകളായി ഇവളെ ഞാൻ വാഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി ബഹളം ഉണ്ടാക്കുകയാണ്. അനിമോൻ എൻ്റെ മകളെ താലി കെട്ടാൻ പാടില്ലായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ അവൾ എന്തൊക്കെ പഴി കേൾക്കണം? ഇവളെ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ മോൻ്റെ അമ്മ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കനകയും ദേഷ്യപ്പെടുന്നുണ്ട്. ആദർശേട്ടാ, നിങ്ങൾ കാരണമാണ് അനി ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത്. ഞാനും അനന്തപുരയിൽ അനുഭവിച്ച അവഗണനയൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. നന്ദുവിനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിച്ചത്. അത് നിങ്ങളായിട്ട് തന്നെ നശിപ്പിച്ചു എന്ന് നയന പറയുമ്പോൾ, മോളെ, നീ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. അനിയും നന്ദു പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അവർ തമ്മിൽ ഒന്നിക്കട്ടെ, അതിന് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ദേവയാനി. അത് നയനെ, ഇനി നമ്മൾ വേണം ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇവർക്കിപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി ചേരേണ്ടവർ തമ്മിൽ ചേരട്ടെ. എന്തായാലും ചതിയനായ സിയയുമായിട്ടുള്ള വിവാഹം നന്ദുൻ്റെത് മുടങ്ങിയല്ലോ. അത് വിചാരിച്ച് നമുക്ക് സന്തോഷിക്കാം. എന്തുകൊണ്ടും നല്ലതാണ് അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹം. അതുകൊണ്ട് നമുക്കും അത് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. ഇനി മുതൽ നന്ദുവും നമ്മളെപ്പോലെ അനന്തപുരിയിലെ മരുമകളാണ് എന്നൊക്കെ നവ്യയും പറയുകയാണ്. ദേവയാനി ഉടനെ തന്നെ വീട്ടിൽ ചെന്ന് അവരെ സ്വീകരിക്കാനായി നിലവിളക്കുമായി വരുന്നുണ്ട്. ആ മുട്ടച്ചിയെ ഈ പടി കടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടത്തി. എന്നെ കൊന്നിട്ട് അവൾ ഇതിനകത്ത് കയറൂ. എടി, എൻ്റെ മകനെ നീ തട്ടിയെടുത്തൊന്നും പോരാ. ഇനി നിനക്ക് എൻ്റെ മരുമകളാണം അല്ലേടി. എൻ്റെ മകൻ കെട്ടി താലിയുണ്ടല്ലോ, അത് ഞാനിങ്ങ് ഊരുന്നുണ്ട് എന്നും പറഞ്ഞ് ജാനകി നന്ദുൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിക്കാനായി ചെല്ലുകയാണ്. അതിനു മുമ്പ് അജയൻ ഓടി വന്ന് ജാനകിയുടെ കർണത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എടി ജാനകി, എൻ്റെ മരുമകളായി നിൽക്കുന്നേ, അവളെ നീ തൊട്ടു പോകരുത്. അവളെ നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. നന്ദുമോളെ സ്വീകരിക്കേണ്ടത് നീയാണ്, അല്ലാതെ ഏട്ടത്തിയല്ല. അത് നീ ചെയ്തില്ല എങ്കിൽ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയായിരിക്കും ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത്. അതോടെ നീ ഈ തറവാട്ടിന് പുറത്താണ്. പിന്നീട് എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് നീ കയറി വന്നേക്കരുത്. അങ്ങനെ അജയൻ പറഞ്ഞത് കേട്ട് ആകപ്പാടെ പേടിച്ചു നിൽക്കുകയാണ് ജാനകി. ഏട്ടത്തി ഇപ്പോൾ നന്ദുവിനെ അകത്തേക്ക് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഏട്ടത്തിയുടെ സ്ഥാനം അജയേട്ടൻ ഇല്ലാതാക്കും. അജയേട്ടൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് പിന്നീട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവളെ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഉപദേശിക്കുകയാണ് ജലജ. ഇത് കേട്ട് ജാനകി ആകെ പേടിച്ച് മനസ്സില്ലാ മനസ്സോടെ അവളെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ജാനകി നിലവിളക്ക് കൊടുത്ത് നന്ദുവിനെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനിയുടെ ഭാര്യ ഞാനാണ്. എന്നെ ഡിവോഴ്സ് ചെയ്യാതെയാണ് അവൻ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. അവളെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറുമ്പോൾ, ഇല്ല, പറ്റില്ല. നീയല്ല, നന്ദുവാണ് ഇനി അനിമോൻ്റെ ഭാര്യ. നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇപ്പോൾ അനിമോൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരുപാട് ചടങ്ങുകൾ തറവാട്ടിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് ശല്യം ചെയ്യാതെ മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ് ദേവയാനി അവളെ അകത്തേക്ക് കയറ്റിയില്ല. ഞാൻ അവളുടെ ഭാര്യയാണ്. ഞാൻ അവൻ്റെ ഭാര്യയായിരിക്കെ മറ്റൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടാൻ അവൻ എങ്ങനെ സാധിച്ചു? നിയമപരമായി ഞാനാണ് ഇപ്പോഴും അവൻ്റെ ഭാര്യ. ആധികാരത്തിൽ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഇന്ന് ഞാൻ പൊട്ടിച്ചെറിയുന്നുണ്ട്. മാറി നിൽക്കി വെല്ലുമേ എന്നും പറഞ്ഞ് അനാമിക അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിൽക്കടി, ഈ തറവാട് എൻ്റേതാണ്. ഇങ്ങോട്ടേക്ക് ആരൊക്കെ കയറണം, ആരൊക്കെ ഇറങ്ങിപ്പോണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാനാണ് പാവമെങ്കിൽ ഈ മൂർത്തി ആരാണെന്ന് നീ ശരിക്കും അറിയും എന്നും പറഞ്ഞ് മുത്തശ്ശൻ വടിയെടുത്തോണ്ട് വരികയാണ്. ഇത് കണ്ട് പേടിച്ച് അനാമികയും വേണുവൊക്കെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്.